ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും കൂടി ഒരു വീട്ടിൽ വന്നു, ഫുഡ് എല്ലാം വെച്ചു, പിന്നെ നമ്മൾ അടിച്ച് പൊളിക്കും. അപ്പം എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇത് നിയായാണ്, എൻ്റെ കസിനാണ്, വീട്ടിൻ്റെ അടുത്താണ്. ആലിയാണ് എൻ്റെ കസിൻ സിസ്റ്ററാണ്. ഗായ്സ്, ഇതാണ് നമ്മളെ വലിയാപ്പൻ്റെ വീട്. ഇവിടെ വെച്ചാണ് നമ്മൾ ഫങ്ഷൻ നടത്തുന്നത്. ഇന്ന് നമ്മൾ ഫുഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മട്ടൻ ദം ബിരിയാണി. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മട്ടൻ ദം ബിരിയാണി. നല്ല ടേസ്റ്റായിരുന്നു. ഇച്ചിരി എരിവ് കൂടിയ പോലെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ വന്നപ്പോൾ തന്നെ സിപ്പപ്പ് കിട്ടിയായിരുന്നു. നമുക്കിവിടെ ഫോൺ കാണാനൊന്നും പറ്റിയില്ല, നെറ്റൊന്നും ഇല്ലായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻജോയ് നമ്മളിനി കളിച്ച് മറിയാൻ പോവാണ്. ഇതാണ് നെല്ലിക്ക. ഒരു കടി അങ്ങനെ കടിച്ചു. ഇത്രയും ഉളുപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കണ്ണിൽ നിന്ന് വെള്ളം വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിടിച്ച് നിന്ന്. പിന്നെ നമ്മൾ ഇത് മട്ടൻ ബിരിയാണി റെഡിയാവുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇടുവാണ്. ഈ മട്ടൻ എടുത്ത് ചോറിനകത്തിടുവാണ്. എന്നിട്ട് മസാലയ്ക്ക് ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നി. അത്യാവശ്യം ഇരുവിക്കുണ്ടായിരുന്നു. കുറേ വെള്ളം കുടിക്കേണ്ട വന്ന്. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന എൻ്റെ വല്യാപ്പയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി അവസാനം ഈ ചിക്കൻ കാണാത്ത അവസ്ഥ. ഇങ്ങനെ കോരി വന്നപ്പോൾ ഈ ചിക്കൻ കാണും. അങ്ങനെ ഇതിൻ്റെ പുറത്ത് നട്ട്സ് ഇടുവാണ്. ഇതൊക്കെ ചെയ്യണ എൻ്റെ വല്യാപ്പയാണ്. ഞാൻ വല്യാപ്പ എന്നല്ലേ വിളിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇക്കാരെ വാപ്പാന്നാണ് വിളിക്കണത്. എൻ്റെ ഇക്കാരെ വാപ്പച്ചിയാണ്. ഭയങ്കര കുക്കറാണ്, നല്ല ടേസ്റ്റുള്ള കുക്കറായിരുന്നു. പിന്നെ നമ്മൾ ഈ മൂടാൻ നേരത്ത് ദം ബിരിയാണി അല്ലേ, അപ്പോൾ ദം ചെയ്യാൻ വേണ്ടി കുറച്ച് മാവിക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അത് തന്നെ എടുത്ത് മാറ്റി. ടേസ്റ്റ് കാണില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ എടുത്ത് മാറ്റി. പിന്നെ നമ്മൾ അങ്ങനെ മാവിക്ക് വെച്ച് മാവിക്ക് സെറ്റായി ഇങ്ങനെ വരുവാണ്. മാവ് സെറ്റായിട്ട് ദാണ്ട് നമ്മൾ മൂടി വെച്ചു. ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഇത് കളിക്കാൻ എല്ലാവരും പുറത്തിറങ്ങി. ദം ചെയ്യാൻ ഇച്ചിരി കുറച്ച് നേരമൊക്കെ വേണം. അവസാനം നമ്മൾ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദം ചെയ്യാനുള്ള ഈ ദം ബിരിയാണി എടുത്ത് വേറൊരു സ്ഥലത്ത് വയ്ക്കാനുള്ള പ്ലാനാണ്. എടുത്ത് വെച്ചു. അങ്ങനെ നമ്മളെ മൂട് തുറന്നപ്പോൾ ഈ ദമ്മുണ്ടല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഫസ്റ്റ് നമ്മളിരുന്നു കുട്ടികൾ. അവസാനം കുറേ ചോറൊക്കെ ഇട്ടു. പിന്നെ വലിയവർ ഇരുന്ന് കഴിച്ചു. എല്ലാവരും ഇരുന്ന് കഴിച്ചു. അടിപൊളിയായിരുന്നു. വലിയവർക്ക് മാത്രം വാഴയില. നമ്മൾക്ക് മറ്റേ പേപ്പർ ഇതുണ്ടല്ലോ പ്ലേറ്റ്, അതിലാണ് നമ്മൾ കഴിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. കഴിച്ച ക്ഷീണത്തിന് എല്ലാവരും പുറത്തിരുന്നു. പിന്നെ നമ്മൾ കളിക്കാൻ ഇറങ്ങി കേട്ടോ. കുറേ പേര് ഈ സൈക്കിൾ സൈക്കിളുണ്ട് വന്നിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആദ്യം ഫസ്റ്റ് നമ്മളെടുത്തു. പിന്നെ എല്ലാവരും കൂടി ചേർന്നുള്ള ഫോട്ടോസാണ് എടുത്തത്. പിന്നെ അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോണ വഴിയാണ്. ഒരു പാലത്തിൽ കയറിയാണ് വീട്ടിൽ പോകുന്നത്. ഇവിടെ നിറച്ചും ഡോഗ്സാണ് കണ്ടോ. ഇതാണ് നമ്മൾ പാലത്തിൽ കയറി പോണ വഴി. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഈ പാലത്തിൽ കൂടി നടക്കാൻ. എന്നിട്ട് വേണം നമുക്ക് ഈ റോഡ് ക്ലോസ് ചെയ്യണം. നമ്മളെ വീട് റോഡിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബൈ.